സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ സി ഇൻ്റഗ്രേറ്റർ അതേപോലെ തന്നെ ആർ സി ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടുകളാണ്. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്ന രണ്ട് സർക്യൂട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് 3 ക്യാരിയും ഈ 2 സർക്യൂട്ടും കൂടെ അങ്ങനെ മൊത്തം 5 എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആർ സി ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട്. ആർ സി എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഇത് ചെയ്യുന്നത്. അപ്പോൾ ആർ സി ഇൻ്റഗ്രേറ്ററിനെ നമുക്ക് വേറൊരു പേര് പറയാറുണ്ട്, ലോ പാസ് ഫിൽട്ടർ എന്നും പറയാറുണ്ട്. അതേപോലെ തന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് ആർ സി ഡിഫറൻഷ്യേറ്റർ എന്ന് പറയുന്നത്. ആർ സി ഡിഫറൻഷ്യേറ്റർ നമ്മൾ ഫിൽട്ടർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹൈ പാസ് ഫിൽട്ടറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സർക്യൂട്ടിലേക്ക് പോകാം. ഇതൊരു ആർ സി ഇൻ്റഗ്രേറ്ററാണ്, ഒരു ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടാണിത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു സ്ക്വയർ വേവ് കാണിച്ചിട്ടുണ്ട്. ഈ സ്ക്വയർ വേവ് എന്ന് പറയുന്നത് 1 കിലോ ഹെർട്സിൻ്റെ പൾസിന് വേണ്ടിയാണ് നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ഹെർട്സ് ആണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ കൊടുക്കുന്നത് ഫംഗ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഫംഗ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഇവിടെയും നെഗറ്റീവ് പ്രോബ് ഇവിടെയും കണക്ട് ചെയ്യുക. വേറെ പവർ സപ്ലൈകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സി ആർ ഒൻ്റെ ഔട്ട്പുട്ട് ഇവിടുന്നു സി ആർ ഒൻ്റെ അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ നിങ്ങൾ കോമൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കപ്പാസിറ്ററിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനൊരു ചെറിയൊരു ഡിസൈനുണ്ട്. ആർ സി ഇൻ്റഗ്രേറ്ററിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ആർ സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ്. റെസിസ്റ്റർ ഇൻറ്റു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മളതിനെ പറയാം. ഈ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ടൈംസ് ടി ആയിരിക്കണം. ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ ഇൻപുട്ടിൽ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സിഗ്നലിൻ്റെ ടൈം പീരീഡ് എത്രയാണോ അതിൻ്റെ 16 ഇരട്ടീനേക്കാട്ടിലും കൂടുതലുള്ള വാല്യൂ വേണം ആർ സി ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1 കിലോ ഹെർട്സിൻ്റെ സിഗ്നലാണ്. അപ്പോൾ അതുകൊണ്ട് 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 കിലോ ഹെർട്സ്. സോ നമ്മളതിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1/ഫ്രീക്വൻസി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 1 മില്ലി സെക്കൻഡ് എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ടി എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് എന്ന് എടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ലോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ഈ ലോഡിംഗ് ഇഫക്റ്റ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ലാർജ് വാല്യൂ ഉള്ള റെസിസ്റ്റർ നമ്മളതിൻ്റെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ആർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 5.6 കിലോ ഓം എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം റെസിസ്റ്ററിൻ്റെ വാല്യൂ 5.6 കിലോ ഓം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ്റെ അകത്ത് ഈ പറയുന്ന വാല്യൂസ് ഏതൊക്കെ, ആറിൻ്റെ വാല്യൂ നിങ്ങളിപ്പോൾ 5.6 കിലോ ഓം എന്ന് എടുത്തു, ടിയുടെ വാല്യൂ 1 മില്ലി സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ മാത്തമാറ്റിക്കലി ആൻസർ ഷീറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, സിയുടെ ടൈം മാത്രം അവിടെ നിർത്തുക, ആറിൻ്റെ ടൈം അപ്പുറം കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16t ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ടിയുടെ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് വാല്യൂ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാട്ടിലും കൂടിയ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് 3.3 മൈക്രോ ഫാരഡാണ്. ഓക്കെ, അപ്പോൾ 3.3 മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കൂടിയ വാല്യൂസുള്ള കപ്പാസിറ്റേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട്, അതിൻ്റെ ഒരു ഡിസൈൻ പാർട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ പാർട്ട് സിമ്പിളാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക കിട്ടുന്ന വാല്യൂസ്. അപ്പോൾ എന്താണ് മനസ്സിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്താണെന്ന് അറിയണം. ഏകദേശം കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഏകദേശം എത്ര വാല്യൂ വരണം എന്നുള്ളത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. അതിനുശേഷം നിങ്ങളിത് എന്ത് ചെയ്യുക, ഡിസൈൻ എഴുതിയിട്ട് ആ ഒരു വാല്യൂ അപ്രോക്സിമേറ്റ്ലി ആ ഒരു വാല്യൂ എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഡിസൈൻ എഴുതുക. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർ വേവ് ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ വേവ് ആയിരിക്കും ഔട്ട്പുട്ടിൽ തരിക. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സെക്ഷൻ നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അത് റെസിസ്റ്ററിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ വേറെ ചൂസ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ലാബിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ വേവ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ട്രയാങ്കിൾ വേവ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടും.
അപ്പോൾ ഇതാണ് ആർ സി ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ പോസിബിളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ ഫ്രീക്വൻസി വേണമെങ്കിൽ മാറ്റി ചോദിക്കുക. 1 kHz പകരം വേറെ ഏതെങ്കിലും ഫ്രീക്വൻസി തരാം. ഇനി അങ്ങനെ അഥവാ തരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ടിയുടെ വാല്യൂ മാത്രമേ വേരി ചെയ്യുള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങളോട് ചോദിക്കുകയാണ് 5 kHz ഒരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 5 kHz കറസ്പോണ്ടിങ് ആയിട്ട് ടിയുടെ വാല്യൂ മാറും അല്ലേ. 1/5 kHz ആയിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് 1 millisecond ആയിരിക്കില്ല കിട്ടുക. അതിനേക്കാട്ടിലും എന്താ ഒരു കുറഞ്ഞ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ടൈം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മൾട്ടിപ്പിൾ ഇൻപുട്സ് എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ കേസിൽ നിങ്ങൾ സ്ക്വയർ വേവ് മാത്രമാണ് ഇപ്പം ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ്റെ അകത്ത് മോർ ദാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ വേവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ അകത്ത് ജസ്റ്റ് സ്ക്വയർ മാറ്റിയിട്ട് സൈൻ ആക്കിയാൽ മതി. അപ്പോൾ സൈൻ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ബേസിക്കലി ഇതൊരു ഇൻ്റഗ്രേറ്ററാണ്. അപ്പോൾ സൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താ, സൈൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോം എന്ന് പറയുന്നത് മൈനസ് കോസ് ആയിരിക്കും. മൈനസ് കോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക, ഇതാണ് നിങ്ങളുടെ സൈന് അല്ലേ. കൊസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഷിഫ്റ്റിലാണ് പോവുക അല്ലേ. അപ്പോൾ മൈനസ് കോസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുക, മൈനസ് കോസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക താഴേന്ന്. എന്നിട്ട് സൈൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സൈൻ മാക്സിമം ആകുന്ന സമയത്ത് കൊസൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ അടുത്ത ഹൈയിലേക്ക് പോവും, പിന്നെ ഇങ്ങനെ പോവും. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ പോവുക. കൊസൈൻ ഏകദേശം ഇങ്ങനെയായിരിക്കും പോവുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ CROൻ്റെ 2 പ്രോബ് നിങ്ങൾ യൂസ് ചെയ്യണം. ഒരു പ്രോബിൽ നിങ്ങൾ ഇൻപുട്ട് കണക്ട് ചെയ്യുക, മറ്റേ പ്രോബിൽ നിങ്ങൾ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് വിഷ്വലൈസ് ചെയ്യുക. ആ സമയത്തായിരിക്കും ഈ ഫേസിൽ വരുന്ന ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതാണ് RC ഇൻ്റഗ്രേറ്ററിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ്. ഒന്നെങ്കിൽ ഫ്രീക്വൻസി മാറ്റി ചോദിക്കാം, അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. ജനറലി ഫ്രീക്വൻസി അങ്ങനെ അധികം മാറ്റി ചോദിക്കാറില്ല നിങ്ങളുടെ കേസിൽ. പകരം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഇൻപുട്ടുകൾ കൊടുക്കുന്ന സമയത്ത് ഉള്ള ഇൻ്റഗ്രേറ്ററിൻ്റെ ബിഹേവിയർ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഇതൊരു ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്ററിൻ്റെ വാല്യൂ, ഇതിൻ്റെ പൊസിഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാതെ ചെയ്യുന്നത് RC തന്നെയാണ്, റെസിസ്റ്ററും കപ്പാസിറ്ററും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ഔട്ട്പുട്ട് എടുക്കുന്നത് റെസിസ്റ്ററിന് അക്രോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഇതൊരു ഹൈ പാസ് ഫിൽറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് RCൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.0016 ടൈംസ് T. നേരത്തെ 16T ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് 0.0016 T ആണ് ഇതിൻ്റെ RC ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ലെസ് ദാൻ ഈ ഒരു വാല്യൂ ആയിരിക്കണം, എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതും ഈ കേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ 1 kHz ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 1 kHzൻ്റെ ഇൻപുട്ട് സിഗ്നലാണ് നിങ്ങളിവിടെ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 millisecond ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഡിംഗ് എന്ന് പറയുന്ന ഇഫക്റ്റ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടിലുള്ളതിനേക്കാളും കൂടിയൊരു വാല്യൂ വരണം. കൂടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം അതിൻ്റെ 10 ഇരട്ടിയോളം വാല്യൂ വരണം എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 5.6 kilo ohm എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് സിയുടെ വാല്യൂ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് നിങ്ങൾ മാത്തമാറ്റിക്കലി നിങ്ങൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എറൗണ്ട് അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 220 picofarad ആണ്. 220 picofarad അതിനെക്കാട്ടിലും കുറച്ച് താഴ്ന്ന വാല്യൂ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, സംഭവം ഇത് വർക്കാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ CROൻ്റെ പ്രോബ് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുക, റെസിസ്റ്ററിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് സ്ക്വയർ വേവ് ആണ്. സ്ക്വയർ വേവ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പൈക്ക് ആയിരിക്കും കിട്ടുക.
ഓക്കെ. അപ്പം വേറൊരു ടൈപ്പ് ഇൻപുട്ടും കൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ വേവ് ഇൻപുട്ടായിട്ട് കൊടുക്കാം. സൈൻ വേവ് ഇൻപുട്ടായിട്ട് കൊടുക്കുക. സൈൻ വേവ് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എന്താ? സൈൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എന്താ? കോസാണ്, കൊസൈൻ ഫംഗ്ഷനാണ്. സോ സൈൻ 0 വരുന്ന സമയത്ത് ഇത് മാക്സിമം ആയിരിക്കും, സൈൻ മാക്സിമം വരുന്ന സമയത്ത് 0 ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. ഇത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് വരയ്ക്കണേ. ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പം ഒരു 2 ഇൻപുട്ട് സ്ക്വയർ വേവും അതേപോലെ തന്നെ സൈൻ വേവും കൊടുത്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ RC ഇൻറ്റഗ്രേറ്ററും RC ഡിഫറൻഷ്യേറ്ററും.